ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു തോരൻ കറി ഉണ്ടാക്കിയാലോ? കപ്പളങ്ങ തോരൻ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കപ്പളങ്ങ തോരന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്, ഇതിനകത്ത് കപ്പളങ്ങയും സവോളയും പച്ചമുളകും കൂടെ ഞാൻ ഇതിനകത്ത് ചോപ്പറിട്ട് അടിച്ചു. പിന്നെ ആണെങ്കിൽ ഇത് അരയ്ക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് കരിവേപ്പില, ഉള്ളി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഉപ്പ്, പച്ചമുളക്, ജീരകം, തേങ്ങ. ഇതെല്ലാം നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചിട്ട് വരാവേ. ഇതാണെങ്കിലുണ്ടല്ലോ, നമ്മളിപ്പം പറഞ്ഞില്ലായിരുന്നു, അത് ചെറുതായിട്ട് ആ തേങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തേക്കുവാണേ. ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം. നമ്മളാണെങ്കിലുണ്ടല്ലോ ചട്ടി അടുപ്പത്ത് വെച്ചേ. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാവേ. ഇച്ചിരി എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരിച്ചിരി കടുകിടണേ കേട്ടോ. ഇതാണ് ചൂടായില്ലേ. അങ്ങനെ വെള്ളമായി നമുക്ക് കടുക് പൊട്ടി വരുന്നുണ്ടേ. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കരിവേപ്പില അങ്ങോട്ടിടുന്നേ. ഞാനാണെങ്കിലുണ്ടല്ലോ അരച്ച് വെച്ചേക്കുന്ന അരപ്പില്ലയോ, അതാണെങ്കിൽ ചട്ടിക്കകത്തേക്ക് ഇട്ടു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. ചൂടായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നമ്മളുടെ എടുത്തു വച്ചിരിക്കുന്ന കപ്പളങ്ങ ഇടാവേ. കപ്പളങ്ങയും ഇട്ടു. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി. ഞാനാണെങ്കിലുണ്ടല്ലോ കപ്പളങ്ങ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ മൂടി വെക്കാം കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വന്ന് നോക്കാവേ. ഹായ് കൂട്ടുകാരെ, എൻ്റെ കപ്പളങ്ങ തോരൻ റെഡിയായി കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ഇന്ന് ഇളക്കി വിട്ടായിരുന്നേ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം കാണാവേ. അങ്ങനെ എൻ്റെ കപ്പളങ്ങ തോരൻ റെഡിയായിരിക്കുന്നു കൂട്ടുകാരെ. ഹായ്, എന്നാ നല്ല കപ്പളങ്ങ തോരൻ. നല്ലതാ കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.